ഇത് കേരളത്തിലെ റിലീസിലെ ആദ്യത്തെ ഷോയാണ്. ശരിക്കും ഞാനൊരു പ്രേക്ഷകനായിട്ട് തന്നെയാണ് ഈ സിനിമ കണ്ടത്. എന്നോടൊപ്പം തന്നെ ഈ ചിത്രത്തിലെ നായകനും നായികയും ഞങ്ങളുടെ നായികയുടെ അമ്മയും എൻ്റെ എഡിറ്ററും എൻ്റെ പ്രിയപ്പെട്ട ക്യാമറാമാനും എല്ലാവരും ഈ സിനിമ കാണാനുണ്ടായിരുന്നു. ഒരു പ്രേക്ഷകരോടൊപ്പം ഈ സിനിമ കാണുന്ന ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്. ആരും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, വലിയ അവകാശവാദമില്ലാതെ ഞങ്ങൾ റിലീസ് ചെയ്തൊരു സിനിമയാണ് 40കളിലെ പ്രണയം. 40കളിലെ പ്രണയം പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ശരിക്കും ഇപ്പം ഞാൻ തന്നെ പറയുമ്പോൾ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് പ്രേക്ഷകരാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. തീർച്ചയായിട്ടും ഒരു വലിയ സിനിമകളോടൊപ്പം മത്സരിക്കാൻ ഇറങ്ങിയ ചെറിയ സിനിമയാണിത്. അപ്പം ഈ സിനിമയുടെ ഭാവി നിശ്ചയിക്കേണ്ടത് പ്രേക്ഷകരാണ്. പ്രേക്ഷകർ എന്നുള്ള നിലയിൽ എന്നെ വീണ്ടും 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 കരയിപ്പിക്കുന്ന, എന്നെ ചിന്തിപ്പിക്കുന്ന സിനിമയാണ് ഞങ്ങളുടെ 40കളിലെ പ്രണയം. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തണം. കാരണം ചെറിയ സിനിമകളുടെ ഭാവി തിയേറ്ററുകളിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തി, ഈ സിനിമ പ്രേക്ഷകർ സംസാരിച്ച് ഇതിൻ്റെ ഒരു ഭാവി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർ ഈ സിനിമ കാണണം. നിങ്ങൾ മറ്റുള്ളവരോടും ഈ സിനിമയെക്കുറിച്ച് ഒന്ന് ശുപാർശ ചെയ്യണം. അതുമാത്രമാണ് ഈ ഒരു അവസരത്തിൽ ആദ്യത്തെ ഷോയാണിത്. ഈ ഷോ കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്. പിന്നീട് ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. നിങ്ങളുടെ എല്ലാം പിന്തുണയും പ്രാർത്ഥനയും സ്നേഹവുമാണ് നമുക്ക് വേണ്ടത്. അത് ഈ തിയേറ്ററിൽ പ്രേക്ഷകരെ കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരോടും നന്ദി. തീർച്ചയായിട്ടും മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗിരീഷ് നാരായണനാണ്. പാട്ട് പാടിയിരിക്കുന്നത് ഷഹബാസ് അമൻ, നിത്യ മാമൻ, ഐശ്വര്യ മോഹൻ, അമൃത ജയകുമാർ, കാഞ്ചന ശ്രീറാം, ശ്രേയ അന്ന ജോസഫ്. പിന്നെ മ്യൂസിക് ഡയറക്ടർ തന്നെ ഗിരീഷ് നാരായണൻ തന്നെ ഇതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഇതാണ് ഇതിനകത്തൊരു മ്യൂസിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഷോർട്ട് ഫിലിമായിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അതെ, ഇത് ആദ്യം ഷോർട്ട് ഫിലിമായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നീട് ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കി ഇത് സിനിമയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയായിരുന്നു. ഏകദേശം ഒരു 2-2.5 വർഷക്കാലം എടുത്ത ഒരു പ്രോസസ്സാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതെ, നായകനായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും ഇതൊരു സുഹൃത്ത് ബന്ധത്തിൽ നിന്നും ഉടലെടുത്ത ഒരു ചിത്രമാണ്. ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമിലേക്ക് മാറിയ ഒരു ചിത്രമാണ്. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിലൂടെ എനിക്കുണ്ടായിരുന്നത്. സൗഹൃദപരമായ ഒരു സെറ്റുമൊക്കെ ആയിരുന്നു. വളരെ നന്നായിരുന്നു. ഒരുപാട് ത്യാഗം സഹിച്ചൊരു നായകനാണ് നായകൻ. തീർച്ചയായിട്ടും ഞാനൊരു പ്രവാസിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു 1.5 വർഷത്തെ ഒരു നീണ്ട ഒരു ചിത്രീകരണമായിരുന്നു. അത് ഒറ്റ ഒരു ഷെഡ്യൂളായിട്ടൊന്നും അല്ല പോയത്. ഇപ്പോൾ പല പ്രാവശ്യം എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയോ എന്താ പറയുന്നത്, ഒരു സിനിമയോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു സ്നേഹം അത് മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ തരണം ചെയ്ത് ഇതിൻ്റെ ഒരു അവസാനം വരെ, അതായത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദർഭം വരെ കൂടെ നിൽക്കുവാൻ സഹായിച്ചു. അതിന് ജഗദീശ്വരൻ ഞങ്ങളെ സഹായിച്ചു. തീർച്ചയായിട്ടും ഒരു വലിയ സിനിമയൊന്നുമല്ല എങ്കിലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ചിത്രത്തിൻ്റെ കഥ നിലനിൽക്കും. അവർ തന്നെ ഇതിനൊരു അഡ്വർടൈസ്മെൻ്റ് ആകും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു പ്രയത്നം അല്ലെ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചോളൂ. പ്രവാസി തന്നെയാണോ? തീർച്ചയായിട്ടും ഇപ്പോഴും പ്രവാസി തന്നെയാണ്. ഞാൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. ഇതിനു വേണ്ടി രാവിലെ നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഇരുന്ന് കാണുവാനുള്ള ഒരാഗ്രഹവും ആകാംക്ഷയും ഒക്കെയാണ് എന്നെ അതിന് പ്രേരിപ്പിക്കുകയും ഇവിടെ എത്തുവാൻ സഹായിക്കുകയും ചെയ്തത്. സംഗീതത്തിനും സാഹിത്യത്തിനും അഭിനയത്തിനും ഒക്കെ തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് വളരെ വ്യത്യസ്തമായ ഒരു സാധാരണ ഒരു കഥ പോലല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ നേരെ വേറൊരു തലത്തിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എനിക്ക് എൻ്റെ കഥാപാത്രവും ഇവരോടൊപ്പമുള്ള ആ ഒരു സ്നേഹവും സഹകരണവും അഗാധമായ ഒരു ദുഃഖത്തിൽ ആണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എൻ്റെ മകൻ മരിച്ച ദുഃഖം അല്പം മറക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇവരോടൊപ്പമുള്ള ആ ഒരു സഹകരണവും
ഇപ്പോൾ ഇന്ന് എൻ്റെ ഓരോ തിയേറ്ററിലുമൊക്കെ വരുമ്പോഴുമൊക്കെ നമ്മളത് ചിന്തിക്കാതെ അതിലേക്ക് ആ കലയിലേക്ക് എന്നെ നയിച്ചു കൊണ്ടുപോകാൻ എൻ്റെ ടീമിനും കഴിയുന്നുണ്ട്. അതുപോലെ വിപിൻ ദാസ് ജയഹേലെ നിലയും വിളിച്ച് വൈകിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി തളരരുത്, ഞങ്ങളെല്ലാം ചേച്ചിയോടൊപ്പം ഉണ്ട്, ആരുമില്ലെന്നുള്ള ചിന്തയരുത്, നമുക്ക് മുന്നോട്ട് പോകണം ചേച്ചി, ഇനി ഒത്തിരി സിനിമ ചെയ്യണം എന്നുള്ളതാണ്. ഇനി അടുത്ത സന്തോഷ് ട്രോഫിയിലെ പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ടാണ് കാഞ്ചിമാല ധ്യാനിൻ്റെയൊക്കെ ഒപ്പം ഉള്ള ടീമാണ്. തമിഴും 2-3 വന്നിട്ടുണ്ട്. ഇനി കുറേ പടങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പം തളർന്നു പോയാൽ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ കലാകാരൊക്കെയാണ് നിങ്ങളും എൻ്റെ മുമ്പോട്ടുള്ള എൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കഥാപാത്രം എനിക്കിഷ്ടപ്പെട്ടു. സിനിമയും കാരണം അത് എല്ലാ കാര്യങ്ങൾക്കും കല ഏതെല്ലാം മേഖലയിലുണ്ടോ ആ കലയുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. വലിയ സിനിമയെന്ന് ഞങ്ങൾ അവകാശവാദമില്ല. അത് കാണികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ടീമിനെ. അതെ അതെ ആദ്യ സിനിമയാണ്. എക്സ്പീരിയൻസ് പറയുന്നതിനേക്കാൾ മുൻപേ പറയേണ്ടത് ഇത് ശരിക്കും ഞങ്ങൾ ഇതിനുള്ള ക്രൂസ് പ്രധാനമായും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടറും നായകൻ ജെറിയും പിന്നെ ഞങ്ങൾ ശരിക്കും ഞാനൊരു നായികയും ഇവനൊരു നായകനും അത് രമേശ് ഒരു ഡയറക്ടറിൽ നിന്നുപരി ഞങ്ങളുടെ ഒരുപാട് പരിശ്രമം ഞങ്ങൾ 3 പേരും ഇത് സിനിമയുടെ അകത്തും പുറത്തും ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഇതിപ്പം ഈ ഒരു നിലയിലെത്തിയത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് ഭയങ്കര സങ്കടത്തോടും മാത്രമേ നമുക്ക് അതെ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ട്. ഒരുപാട് എന്താ പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇതിലൂടെ മത്സരിക്കാൻ മറ്റുള്ള സിനിമകളിലൂടെ അങ്ങനെ അങ്ങ് മത്സരിച്ച് പോവുക അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കൊച്ചു സിനിമയാണ്, എപ്പോഴും പറയുന്നത് ഒരു ക്യൂട്ട് കൊച്ചു സിനിമയാണ്. പിന്നെ ഇതിലെ പാട്ടുകൾ വളരെ നമുക്ക് ശരിക്കും മനസ്സിൽ ആഴത്തിൽ ടച്ച് ചെയ്യുന്ന പാട്ടുകളാണ്. കാണുമ്പോൾ നമ്മൾ ശരിക്കും നല്ലപോലെ കഷ്ടപ്പെട്ട് ഇത്രം വരെ എത്തി. ഭയങ്കര പ്രേക്ഷകരോട് ഇതൊരു 40കളിലെ പ്രണയം, അതായത് ഒരു ഏജ് യൂത്തിന്റെ പ്രണയമാണ് അധികം കാണിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആ പേരിനോട് നീതി പുലർത്തിയിട്ടുണ്ട്? അതായത് നമുക്ക് ഈ 40കളിലെ പ്രണയം എന്ന് പറയുമ്പം പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇതൊരു മെസ്സേജാണ്. ആക്ച്വലി നമുക്ക് 40 വയസ്സ് കഴിഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും അതായത് നമുക്ക് നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുന്നത് ഒരു പ്രണയം എന്ന് പറയുന്ന ഭാവം അല്ലെങ്കിൽ നമുക്കത് വേണ്ടി വരുന്ന ഒരു ചില സന്ദർഭങ്ങളും ഉണ്ടാവാം. മനുഷ്യൻ്റെ ഇത് നമുക്ക് എങ്ങനെ മനുഷ്യരുടെ എന്താ പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് ഇത് ഓർഗാനിക്കായിട്ട് വന്ന് പെടാം. അപ്പോൾ എനിക്കിന്നിപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ 40കളിലെ പ്രണയം എന്ന് പറയുമ്പോഴേ എല്ലാവരും വേറൊരു രീതി ഒരു അവിഹിതം രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ചിന്ത ഇതിനകത്ത് വേണ്ട. ഇപ്പം നമുക്ക് ഒരു ആശ്വാസമായിട്ടും ഒരു തലോടൽ പോലെയും ആണ് ഇതിനകത്ത് ഒരു പ്രണയം എന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് എന്താ പ്രായം കുറഞ്ഞവരുടെ പ്രണയം എന്നും അതിനേക്കാൾ ഉപരി ഇതൊരു ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആവശ്യമായ ഒരു ഇമോഷൻ പോലെ അങ്ങനെ കൂടുതൽ പ്രണയത്തെ അങ്ങ് കൂടുതൽ ഒരു പ്രണയത്തിൻ്റെ ഇതായിട്ട് വർണ്ണിച്ചിരിക്കുകയല്ല. പക്ഷേ ഇതിനകത്ത് പറഞ്ഞു വരുന്നത് പ്രണയം മനുഷ്യന് ആവശ്യമാണ് എന്ന് വെച്ചാൽ മുന്നോട്ട് നമുക്കൊരു പ്രതീക്ഷ എന്ന് പറയില്ലേ, ഒരാവശ്യമാണ് എന്നൊരു മെസ്സേജ് എന്ന് വെച്ചാൽ അതൊരു എന്താ പറയുക ഒരു കൂടുതൽ കാണിക്കുന്നില്ലെങ്കിലും ഒരു നനുത്ത ഒരു ചിന്തയായിട്ട് അതിനുള്ളിലുണ്ട്. അത് നമുക്കത് കാണാൻ കഴിയും. പ്രണയം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് അത് സപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ വേഷം മോനെ ഫെബ്രുവരിയിലൊക്കെ അമ്മയ്ക്ക് വേഷം കുറവ്, ഒരിത്തിരി സാമ്പത്തിക ബാധ്യതയുണ്ട്. എന്നാൽ അമ്മയുടെ കയ്യിലുണ്ട് പൈസ എങ്കിൽ പോലും ഇപ്പോഴത്തെ അത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടേക്കാണ് അമ്മ. അപ്പോൾ ഫെബ്രുവരിയിലൊക്കെ ഒരു 4-5 ദിവസം നമുക്കൊരു വർക്ക് തരണം. താൽക്കാലികമായ ഒരു ചെറിയ കടമുണ്ട്. അപ്പോഴേ ബേസലിൻ്റെ പിന്നെ എന്തുവാ മാനേജർ എന്നെ വിളിച്ചു, അമ്മേ ഗൂഗിൾ പേ അയ്യോ വേണ്ട എനിക്ക് പൈസ വേണ്ട, എനിക്ക് വേഷം തന്ന് സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞു. എങ്കിലും അത് ഇട്ട് തന്നു. അത് വളരെ ആശ്വാസമായി.
അതിപ്പോൾ ആരെങ്കിലും പബ്ലിക് ചെയ്താലെന്താ, സത്യമല്ലേ, സത്യമല്ലേ, അങ്ങനെ ഒരു ഹസ്തമില്ലേ, ഞാനും അങ്ങനെ ചെയ്യുന്നതാണ്, അപ്പോൾ എനിക്കും കിട്ടും. അമ്മ ഈ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നാണ് അറിയണം, പറയുന്നത്. പക്ഷേ അത് മിക്കവാറും എന്നെ വിളി വരും, അമ്മോ ശരിയായില്ല എന്ന് വയസ്സിൽ പറയും. ചേച്ചി അതേപോലെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടു ചേച്ചിയുടെ ഈ അടുത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ നിന്ന് ചേച്ചിയുടെ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതേപോലെ ഈ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ടോ? അവരെ കൊണ്ട് തന്നെ വഴക്ക് പറയിക്കാൻ എനിക്കിനി അല്ല, അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ അത് ഞാൻ പേര് പറയത്തില്ല, കാരണം ഒരു അല്ല, ഈ കലാകാരിക്ക് സിനിമയിൽ അമ്മയുടെ സീനുകൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഓഡിയൻസിന് കണ്ടാൽ നമ്മുടെ കഥാപാത്രം മനസ്സിൽ നിൽക്കത്തക്കതല്ല ഇതിനകത്തുണ്ട്, തീരെ ഇല്ലായ്മയില്ല. ഇങ്ങനെയൊന്നും പോരാ, എനിക്ക് നല്ല ക്യാരക്ടർ കിട്ടണം. ഓക്കെ.